യും ഒരു അഡീഷണൽ AGയുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് KC വിൻസെന്റിനെ ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ യോഗം തീരുമാനമെടുത്തു. അഡ്വക്കേറ്റ് KC വിൻസെന്റ്, നമുക്കറിയാം വയോജന വകുപ്പിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നേരത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേതെല്ലാം സബ്ജക്റ്റാണ്, ഏതെല്ലാം വിഷയങ്ങളാണ് പുതിയ വകുപ്പിൻ്റെ കീഴിൽ വരേണ്ടത് എന്നുള്ള തീരുമാനമെടുത്തു. അത് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ, പുതിയ വിഷയങ്ങൾ ഈ വകുപ്പിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ നേരത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി നിയമിച്ചിരുന്ന T. അസഫ് അലിക്ക് ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണിയായും കേരള സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായും അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. ഈ 2 അഡീഷണൽ ഇതുകൂടിയുണ്ട്. സാധാരണ DGP ആണ് ആ ചുമതല വഹിക്കുന്നത്. പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അനൗദ്യോഗികമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഈ തീരുമാനങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടൊരു അവധി ദിവസങ്ങളായതുകൊണ്ടാണ് വളരെ മുൻപ് ക്യാബിനറ്റ് കൂടി ഗവർണർക്കുള്ള പ്രസംഗത്തിൻ്റെ അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാബിനറ്റായിട്ടാണ് ഇന്ന് ചേർന്നത്. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആണ് നമുക്കതിനെ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾ ധനകാര്യ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നികുതി വരുമാനം എത്രയാണ് ഉണ്ടാകുന്നത്, സാധാരണക്കാരന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കൂട്ടലിലും. പക്ഷേ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ അതിനൊരു തീരുമാനം, അവസാന തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും തീരുമാനം എല്ലാ ദിവസവും ഇതുപോലെ ഓരോ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങളുടെ പരിശോധനയിലാണ് തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുകയാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാണ് പോയത്? ഹോമിലേക്ക് പോയി അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിന് മുമ്പിരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ പറയുന്ന BJPക്ക് ഉണ്ടായിരുന്നോ? CPM-നുണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഗവൺമെൻറ്റാണ്, അന്നത്തെ ഗവൺമെൻറ്റാണ്. CPM നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്. അതിലെന്താ അവിടുത്തെ ഇവിടെ ആകെ കംപ്ലൈൻറ്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ്. ചില പരാതികൾ അദ്ദേഹത്തിന്, അത് വ്യക്തിപരമായ പരാതിയല്ല, ഇലക്ഷൻ്റെ കാര്യത്തിലുള്ള ചില പരാതികൾ. അത് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം മീറ്റിംഗ് കൂടി അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ കത്ത് കൊടുത്തിരിക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാനായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. വല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ
അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്. UDF 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കേൽക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. പിണറായി ഗവൺമെൻറ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെൻറ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേ. ഞങ്ങളെ വിമർശിച്ചോ? എനിക്കിപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്, സംശയം, നിങ്ങളുടെ ഒരു സംശയം ചോദിക്കും ഈ വിഷയത്തിൽ. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എന്താണെന്ന് ചോദിക്കും. ആരുടെ പരാതി ഉണ്ടായിരുന്നു? ആരുടെ പരാതി? ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പരാതി. ഇവിടെ SIR കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം നമ്മളല്ലേ, BJP പ്രതിപക്ഷത്തിരുന്നിരുന്നതാണ്. അവരാരെങ്കിലും ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഭരണകക്ഷി നിയമിച്ചാണ്, അന്നത്തെ ഭരണകക്ഷി പിണറായി സർക്കാരിൻ്റെ പ്രപ്പോസലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച്. CPM അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്. ഞാനാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ അദ്ദേഹത്തെ അയച്ചത്. അതെല്ലാം അല്ലല്ല, വെയിറ്റ്, ഇത് പറ, ഇതല്ലേ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരിടത്ത് അതേ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലേ, സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെൻറ്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്തായി പറയുന്നത്? വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്. അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണതിൽ എന്തോ ഒരു അനൗചിത്യമായിരിക്കും. ആ പ്രധാനമന്ത്രിയെ കാണാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യം കേട്ടാ.